ശരി, ഞാൻ BJP പ്രതിനിധിയുടെ അഭിപ്രായം തേടുകയാണ്. അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, ഇന്നിപ്പോൾ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പറഞ്ഞത് സാത്താന്മാരുമായി കൂട്ടുകൂടരുത് എന്നാണ്. അതോടൊപ്പം തന്നെ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയണം, കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയണം എന്നുകൂടിയാണ് ആർച്ച് ബിഷപ്പ് പറഞ്ഞിരിക്കുന്നത്. ഇന്നുണ്ടായൊരു സംഭവം ദില്ലിയിലെ സേക്രഡ് ഹാർട്ട് പള്ളിയിൽ ഓശാന ഞായർ ദിനത്തിൽ നടത്തിവരാറുള്ള കുരിശിന്റെ വഴിക്ക് പോലീസ് അനുമതി നിഷേധിച്ചു എന്നുള്ളതാണ്. രണ്ടിനെയും ചേർത്ത് വായിക്കുകയാണ് സഭയായാലും പൊതുവെ ക്രൈസ്തവ സമൂഹമായാലും. എന്താണ് BJPക്ക് പറയാനുള്ളത്? അല്ല, സ്മൃതി അത് ചേർത്ത് വായിച്ചോളൂ. BJPക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ അതിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാടോ ഒന്നും ഒരു തരത്തിലും KCBCയോ അല്ലെങ്കിൽ ശിരോമല അച്ഛന്മാരോ ക്രിസ്ത്യൻ സമൂഹമോ പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. അവരത് പറയുന്ന ആളുകളുമല്ല. അത് സ്മൃതി അന്വേഷിച്ചോ. ഞാൻ എന്തിനാ അതിനെ അന്വേഷിക്കുന്നത്? സ്മൃതിക്ക് സമയം ഉണ്ടെങ്കിൽ സ്മൃതി അന്വേഷിച്ചോളൂ. എനിക്ക് സാത്താന്മാരെ അന്വേഷിച്ചു ആരോ ആയിട്ടുള്ള ഒരു കൂട്ടുകൂടൽ, അത് ദോഷം ചെയ്തെന്ന് തിരിച്ചറിവുണ്ടായിരിക്കുന്നു, അതിൽ നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണമാണ്. അങ്ങനെ തോന്നുന്നില്ല. അല്ല, BJPക്ക് ഒരു മനസ്സിലാക്കുന്നുണ്ടാവില്ല, എവിടെയോ ഒരു സാത്താനുണ്ട്. ആരായിരിക്കും ആ സാത്താൻ? BJPക്ക് എന്താണ് തോന്നുന്നത്? അല്ല, ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി. അല്ല, ശ്രീ ഉല്ലാസ് ബാബു, ഇതിൽ പ്രതികരണങ്ങൾ പാതി വഴി എത്തിയപ്പോഴാണ് താങ്കൾ വന്നത് എന്നൊരു പോരായ്മയാവുകയാണ്. കാരണം പറഞ്ഞതൊന്നും കേട്ടില്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുകയാണ്. സ്മൃതിക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പറയും. അല്ല, സ്മൃതി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു താല്പര്യമില്ല. ഞാൻ ഇത് ഓഫ് ചെയ്ത് പോകും. കാരണം നിങ്ങളൊന്ന് കേൾക്കാൻ തയ്യാറാകണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയാം. ക്രിസ്ത്യൻ സമൂഹവും BJPയും തമ്മിൽ തർക്കമുണ്ടാക്കാൻ നിങ്ങളൊരു ശ്രമം നടത്തേണ്ട കാര്യമില്ല. ക്രിസ്ത്യൻ സമൂഹം അടുത്ത ആഴ്ച ഈസ്റ്റർ ആഘോഷിക്കാൻ പോകുന്നു. ഇന്ന് ഓശാന പെരുന്നാളിൽ ഞാനടക്കം കേന്ദ്രമന്ത്രിയുടെ കൂടെ തൃശ്ശൂരിൽ പങ്കെടുത്തതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും വേണ്ട. ഞങ്ങൾക്ക് ക്രിസ്ത്യൻ സമൂഹമായിക്കോട്ടെ, മുസ്ലിം സമൂഹമായിക്കോട്ടെ, ഹിന്ദു സമൂഹമായിക്കോട്ടെ, ഭരണകർത്താക്കൾ കൃത്യമായി തന്നെയാണ്. BJPയുടെ കേന്ദ്ര സംവിധാനവും BJPയും ഒക്കെ അവർ നല്ല രീതിയിൽ തന്നെ കാണുന്നു. ഞങ്ങളോടും തിരിച്ച് ഒരു തരത്തിലുള്ള പ്രയാസങ്ങളില്ലാതെ തന്നെയാണ് ക്രിസ്ത്യൻ സമൂഹം കാണുന്നത്. പിന്നെ ഡൽഹിയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ 11 മുതൽ ഞങ്ങളുടെ BJPയുടെ കാര്യം വളരെ കൃത്യമായി തന്നെ പറയുന്നു. ബഹുമാനരായിട്ടുള്ള അച്ഛന്മാരും അതുപോലെ തന്നെ എൻ്റെ വളരെ പ്രിയപ്പെട്ട ജോർജ് സാർ കൂടെയുണ്ട്. നിങ്ങൾ പിന്നെ സ്മൃതിയുമുണ്ട്. നിങ്ങൾ 4ാം തൂണെന്നല്ല ഈ മാധ്യമ പ്രവർത്തനത്തിന് പറയാം, അല്ലെ? സ്മൃതി 4ാം തൂണല്ലേ? നിങ്ങൾ ഈ തൂണും പിടിച്ചിട്ട് ബാക്കി 3 തൂണ് അടിച്ചു കളഞ്ഞിട്ട് നിങ്ങളുടെ തൂണ് മാത്രം നിന്നാൽ മതി എന്ന് പറയുന്നത് ശരിയല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഡൽഹിയിൽ 11ാം തീയതി മുതൽ കർശനമായിട്ടുള്ള സെക്യൂരിറ്റി ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. റിപ്പോർട്ടർ ചാനലിനോട് ഇന്റലിജൻസ് റിപ്പോർട്ടോ മറ്റുള്ള കാര്യങ്ങളോ പറയാൻ പറ്റില്ല, എനിക്കും അറിയില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു സെക്യൂരിറ്റി വിഷയം നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റും കൊണാട്ട് പ്ലേസും ഇടയിൽ നിൽക്കുന്ന, വളരെ തൊട്ടടുത്ത് നിൽക്കുന്ന, രാഷ്ട്രപതി ഭവന്റെ അടുത്ത് നിൽക്കുന്ന പള്ളിയിലെ ഒരു ആചാരം അനുഷ്ഠാനങ്ങൾ നടക്കുന്ന കാര്യത്തിൽ, പുറമെ നടക്കുന്ന കാര്യത്തിൽ കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയായിരിക്കാം അധികാരി വർഗം അത് നിശ്ചയിച്ചത്. അത് ഡൽഹിയിൽ മൊത്തമല്ലല്ലോ, ഡൽഹിയിൽ മറ്റെല്ലാ പള്ളികളും കാര്യം നടക്കേണ്ടത്, ഇന്ത്യയിൽ എല്ലാ പള്ളികളിലും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ നടക്കേണ്ടതുമാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരിപൂർണമായി തന്നെ ഒന്നും കൂടി ഭംഗിയായി നടക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ അവിടെ അത് ഇപ്പോ ഹനുമാൻ ജയന്തിയുമായി ബന്ധപ്പെട്ട ഒരു യാത്രയുണ്ട്, അതിലും നിഷേധിച്ചിട്ടുണ്ട്. അവിടെ പ്രതിഷേധിക്കില്ല. അവിടുത്തെ തന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾക്കതിൽ വിഷമമുണ്ട്, സ്വാഭാവികമാണ്. ആ വിഷമം പരിപൂർണമായിട്ട് ഞങ്ങൾക്കും ഉണ്ട്. പക്ഷെ ആ വിഷമം ഞങ്ങൾക്ക് പ്രതിഷേധമില്ല എന്ന് അച്ഛൻ ആ കാര്യം വളരെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഈ വിഷയം എടുത്തിട്ട് അവിടെ BJPയിലേക്ക് ഇതിനെ കൊണ്ടുപോയിട്ട് സഭയും BJPയും തമ്മിൽ, അല്ലെങ്കിൽ BJP ക്രിസ്ത്യൻ സമൂഹവുമായിട്ട് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് എതിരായി നിൽക്കുന്നു എന്നൊരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്താണ് റിപ്പോർട്ടർ ചാനലിന് കിട്ടാനുള്ളത്? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ മാധ്യമ രാഷ്ട്രീയം നടത്തുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മാധ്യമങ്ങൾ എന്ന് പറയപ്പെടുന്നത് സ്വാഭാവികമായിട്ട് നിങ്ങൾ വിതയ്ക്കുന്ന ഈ വിത്തുണ്ടല്ലോ, നിങ്ങൾ എറിയുന്ന വിത്തുണ്ടല്ലോ, അത് എന്തെല്ലാം തരത്തിലുള്ള ഇതിന്റെ രാഷ്ട്രീയം അറിയാത്ത സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ഉണ്ടാക്കാൻ പോകുന്ന പ്രയാസങ്ങൾ ചെറുതാണോ? കഴിഞ്ഞെങ്കിൽ എന്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. താങ്കൾ ഈ പറയുന്ന സുരക്ഷാ കാരണങ്ങൾ, അത് അറിയാൻ പറ്റാത്ത എന്തൊക്കെയോ കാരണങ്ങൾ എന്ന് പറയും. തഹാവൂർ റാണിയെ കൊണ്ടുവന്ന ശേഷം അവിടെ കർശന സുരക്ഷയുണ്ട്. ശരി, തഹാവൂർ റാണിയെ അവിടെ ചോദ്യം ചെയ്യുകയാണ്. അത് കൃത്യമായും സുരക്ഷാ സംവിധാനത്തോടു കൂടി തന്നെ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ രാജ്യത്ത് വിശ്വാസികൾക്ക് വിശ്വാസപരമായ ഒരു കാര്യങ്ങൾ നടത്താൻ പറ്റാത്ത രീതിയിലാണോ കുരിശിൻ്റെ വഴി എന്നൊക്കെ പറയുന്ന വളരെ നിശബ്ദമായി ആ കുരുത്തോലയുമായി ഒരു സംഘം ഭക്തർ നടന്നു വെങ്ങുന്ന പരിപാടിയാണ്? അല്ലാതെ ബഹളം വെച്ച് ആക്രോശിച്ച് ഞങ്ങൾ മാത്രം മതി, നിങ്ങൾ വേണ്ട എന്ന് പറയുന്ന രീതിയിലുള്ള ആക്രോശമൊന്നുമല്ല.
അത് എല്ലാ വർഷവും നടക്കാറുള്ളതാണ്. അതിൻ്റെ അനുമതി നേരത്തെ തന്നെ സഭാ വക്താവ് തന്നെ ഇപ്പോൾ പ്രതികരിച്ചതാണ്, ഫാദർ ആന്റണി തന്നെ വിശദീകരിച്ചതാണ്, 2 മാസം മുൻപ് തന്നെ ഇതിന് അനുമതി ആവശ്യപ്പെട്ടതാണ് എന്ന്. അങ്ങനെയെങ്കിൽ ആ അനുമതി ആവശ്യപ്പെടുന്നത്, നിഷേധിക്കുന്നത് ആ പരിപാടി നടക്കുന്ന ആ സമയത്തല്ല, നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല, നിങ്ങൾ പള്ളിയുടെ ചുറ്റുവട്ടത്ത് നടന്നാൽ മതി എന്ന് പറയുന്നത് മര്യാദയല്ല. അത് വിശദീകരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല. ഇതിൽ രാഷ്ട്രീയമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരുടെ അനുഭവമാണ്. താങ്കൾ എത്ര പറഞ്ഞാലും ഇന്ന് ഈ പറയുന്ന സാത്താന്മാരുമായി കൂട്ടുകൂടരുതെന്നും കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയണമെന്നും ഈ തരത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയണം എന്നും പറയുന്നത് അവരുടെ രാഷ്ട്രീയം പറച്ചിലല്ല, അവരുടെ അനുഭവമാണ്. ആ അനുഭവം ആരിൽ നിന്നാണ് എന്നുള്ളത് കേരളം കാണുന്നുണ്ട്. കേരളം മാത്രമല്ല, രാജ്യവും കാണുകയാണ്. കാരണം ക്രിസ്ത്യാനികൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളുടെ കണക്ക്, ആ കണക്ക് അവർ തന്നെ എടുത്ത കണക്കാണ്. ഇവിടെ ഈ പറഞ്ഞ 4-ാം തൂണെന്ന് പരിഹസിക്കുന്ന ഒരു വിഭാഗം എടുത്തുകൊണ്ട് കൊടുത്ത കണക്കല്ല, അവർ തന്നെ എടുത്ത കണക്കാണ്. ആ കണക്ക് അവരുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് അവർക്ക് തിരിച്ചറിയൽ ഉണ്ടായിട്ടുണ്ട്. ഓർഗനൈസറിൽ വന്ന സഭാ സ്വത്തുക്കളുടെ കണക്കെടുപ്പിന്റെ തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. ജബൽപൂരിൽ ആക്രമണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ ആരാണ് എന്ന് പരിഹസിക്കുന്ന ഇവിടുത്തെ സഹമന്ത്രി ഇന്ന് കുരുത്തോല പിടിച്ചു നിന്നിട്ട് കാര്യമില്ല. ജബൽപൂരിൽ കൂടി മറുപടി പറയേണ്ടതുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.